ഇരുവൃക്കകളും തകരാറിലായ ഇരട്ടിയാർ സ്വദേശിനിയായ വീട്ടമ്മ തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. ഇരട്ടിയാർ 4 സെന്റ് കോളനിയിൽ താമസിക്കുന്ന അഴകൻ തറവടക്കേൽ ആശ ജിൻസാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ഇരുവൃക്കകളും മാറ്റിവെക്കണം. ഇതിനായുള്ള ഭീമമായ തുക കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിനാകില്ല. രോഗവിവരം അറിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ആദ്യം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രി അധികൃതർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിർദ്ദേശിച്ചു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് അറിഞ്ഞത്. ഇതിനുശേഷം ഡയാലിസിസ് ആരംഭിക്കുകയായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് കോട്ടയത്തെത്തി നടത്തണം. ഇതിനോടകം തന്നെ വലിയ ഒരു തുക ചെലവായി കഴിഞ്ഞു. 35 വയസ്സ് മാത്രമാണ് ഈ വീട്ടമ്മയുടെ പ്രായം. ഭർത്താവ് ജിൻസ് കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്നത്. ഇതിപ്പം 6 മാസം ജൂൺ മാസത്തിലാണ് ഇതിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ 20 ഏക്കറിൽ ആശുപത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് കുറവായിരുന്നു. എത്രയും പെട്ടെന്ന് കോട്ടയം കൊണ്ടുപോയിട്ട് നോക്കുന്നു. കോട്ടയത്ത് കൊണ്ടുപോയി 3-ാം ദിവസം ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് 2 പ്രോബ്ലമാണെന്ന് കണ്ടു. കിഡ്നി ചുരുങ്ങിപ്പോയേക്കുക. ഇത്രയും പ്രായമില്ല, അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റി വെക്കണം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. എന്നാ വയസ്സുണ്ട്? 35 വയസ്സ്. എത്ര പിള്ളേരുണ്ട്? 2 പിള്ളേർ. 7-ാം ക്ലാസ്സിലും 4-ലും പഠിക്കുന്നത്. ബുദ്ധിമുട്ടാണ് പണിയാനോ ഒരു കാര്യങ്ങളോ നടത്താനുള്ള അമ്മയ്ക്ക് മേലാതിരിക്കുന്നു. ഇപ്പം എന്താ സാറുണ്ട്? ഇത് 7 സെന്റ്. ഇവർക്ക് ആകെയുള്ളത് 7 സെന്റ് സ്ഥലവും ഒരു വീടും മാത്രമാണ്. ആശയുടെ ചികിത്സ നടക്കുന്നതിനാൽ നിലവിൽ ജിൻസിന് കൂലിപ്പണിക്ക് പോകാൻ കഴിയുന്നുമില്ല. സർക്കാരിന്റെ മൃതസഞ്ജീവനിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. രോഗവിവരം അറിഞ്ഞ ആദ്യ നാളിൽ തന്നെ രോഗം മൂർച്ഛിച്ച നിലയിലായിരുന്നു. അടിയന്തരമായി വൃക്ക മാറ്റിവെച്ചാൽ മാത്രമേ ഈ വീട്ടമ്മയ്ക്ക് ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാവൂ. ഇതിനായി സുമനസുകൾ സഹായിക്കണം. സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.